മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 11 മണിക്ക് ഈ വാർത്താ സമ്മേളനം 24 തത്സമയം സംപ്രേഷണം ചെയ്യും. മാധ്യമപ്രവർത്തകരെല്ലാം ഇപ്പോൾ സെക്രട്ടറിയിലെ മീഡിയ റൂമിൽ തിരക്കി കയറി കഴിഞ്ഞു. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഒബ്സർവർ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു ദിലീപ് കുമാർ. ദിലീപ്, ശരിക്കും ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് പതിവിലും കൂടുതൽ പ്രസക്തി നേടിയിട്ടുണ്ട്, പ്രാധാന്യവും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് പല കാര്യത്തിലും പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ. പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നടക്കും. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണെന്ന് കാത്തിരിക്കുകയാണ് കേരളം. നിരവധി വിഷയങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. PV അൻവറിൻ്റെ ആരോപണം മുതൽ ഏറ്റവും ഒടുവിലായി PR വിവാദം വരെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്തു നിലപാടാണ് സ്വീകരിക്കുക, എന്ത് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂർ പൂരം വിവാദം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം CPI നേരത്തെ തന്നെ പരസ്യമായി ഉന്നയിച്ചിരുന്നതാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയതുമാണ്. ആ CPIയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ എന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പ്രഖ്യാപിക്കുമോ എന്നത് കാത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന നിലപാട് ഇത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നതായിരുന്നു. DGP ഷേഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്മേൽ എന്ത് നടപടിയായിരിക്കും ഇനി മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കുമോ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുക, അതോ ഔദ്യോഗികമായ ഒരു ഉത്തരവിലൂടെ ആയിരിക്കുമോ ഇക്കാര്യത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നതാണ് അറിയാനുള്ളത്. മറ്റു നിരവധി വിഷയങ്ങളും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്. ഇപ്പോൾ തന്നെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം വന്നു. അതിലെ പരാമർശങ്ങൾ, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദമായി. ആ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞതല്ല, അത് പത്രം തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വച്ചിരുന്നത്. ഹിന്ദു ദിനപത്രം അക്കാര്യത്തിൽ വരുത്തിയ വ്യക്തത PR ഏജൻസിയാണ് അത് സംബന്ധിച്ച കാര്യങ്ങൾ നൽകിയത് എന്നതാണ്. അങ്ങനെയെങ്കിൽ PR ഏജൻസിക്ക് ആരാണ് ആ നിർദ്ദേശം നൽകിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. PR ഏജൻസിയെ മുഖ്യമന്ത്രി അഭിമുഖങ്ങൾ അത് തരപ്പെടുത്തി കൊടുക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശങ്ങൾ അത് വിവാദമായതിനു ശേഷം 2 രാത്രിയും 2 പകലും പിന്നിട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രസക്തമാണ്. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നത് കാത്തിരിക്കുകയാണ് കേരളം. 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. തത്സമയം 24-ൽ പ്രേക്ഷകർക്ക് ഈ വാർത്താ സമ്മേളനം കാണാം. ദിലീപ് കുമാർ, CK ഓമനക്കുട്ടൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, യൂട്യൂബിലാണ്. മുഖ്യനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചോദിക്കണം, അല്ല ചാനലിലിരുന്ന് വളവള പറഞ്ഞാൽ പോരാ. അതിനുള്ള ആംബിയർ മാധ്യമപ്രവർത്തകർക്കുണ്ടോ തിരുവനന്തപുരത്ത് എന്നാണ് ചോദിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകരുടെ ആംബിയറിൻ്റെ കാര്യം ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിൻ്റെ ചോദ്യങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഈ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് വിശദീകരിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയുണ്ട്. PV അൻവർ വിഷയത്തിൽ നേരത്തെ PV അൻവർ ഇത് സംബന്ധിച്ച ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. വളരെ ഹ്രസ്വമായ പ്രതികരണമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് PV അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന കാര്യം തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നതാണ്. ഇപ്പോൾ ആ കാര്യം കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് എന്നാണ് അന്ന് CPIM നടപടിക്ക് പിന്നാലെ PV അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ. അതിനു മുമ്പ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പറഞ്ഞിരുന്നത്, അതായത് വിവാദ വിഷയങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് ADGPയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാട്, ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ
ADGPക്ക് ഏതെങ്കിലും വ്യക്തികളെ കാണുന്നതിന് ഒരു തടസ്സവുമില്ല, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിനാണ് കൂടിക്കാഴ്ച എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അന്വേഷണ റിപ്പോർട്ടിൽ അക്കാര്യം പറയട്ടെ എന്നതാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട കാര്യവും DGPയുടെ അന്വേഷണത്തിൽ വരുന്നുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ നേരത്തെ തന്നെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതാണ്. ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം അന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. പിന്നീട് CPIM അതേ നിലയിൽ തന്നെയാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളിൽ എന്തു പറയുന്നു, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് കാത്തിരിക്കുന്നു കേരളം. 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തത്സമയം 24-ൽ.